കുംഭമേളയിലൂടെ വൈറലായ താരത്തിന്റെ വിവാഹം പുലിവാലായതോടെ തടിയൂരാൻ CPMന്റെ ശ്രമം. വിവാഹം നടത്തിക്കൊടുത്തത് തങ്ങളല്ലെന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിവാഹം നടക്കുന്ന വിവരം അറിഞ്ഞതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും AA റഹീം MPയും ചടങ്ങിൽ പങ്കെടുത്തത്. വധൂവരന്മാർ സ്വമേധയാ ആണ് ക്ഷേത്ര കമ്മിറ്റിയെ സമീപിച്ചത്. ഇവർ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തമ്പാനൂർ പോലീസിനെ കാണിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നതെന്നും നേതൃത്വം വ്യക്തമാക്കി. തിരുവനന്തപുരം അരുമാനൂർ ശ്രീ നൈനാർ ദേവക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസമായിരുന്നു പെൺകുട്ടിയും ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം നടന്നത്. വിവാഹത്തിൽ മന്ത്രി V ശിവൻകുട്ടി, AA റഹീം MP, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരടക്കം പങ്കെടുത്ത് ആശീർവാദം അറിയിച്ചിരുന്നു. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നടത്തിയ അന്വേഷണത്തിൽ വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന് കണ്ടെത്തിയതോടെ മധ്യപ്രദേശിലെ ഖാർഗോൺ ജില്ലയിലെ മഹേശ്വർ പോലീസ് സ്റ്റേഷനിൽ ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ച് പരാതി ഉയർന്നതോടെ SC/ST കേരളത്തിലും അതുപോലെ മധ്യപ്രദേശിലുമായി വിശദമായ അന്വേഷണം നടത്തുകയായിരുന്നു. വധുവിന്റെ ഗോത്ര പശ്ചാത്തലം പരിഗണിച്ച് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമത്തിന് പുറമെ ഭാരതീയ ന്യായ സംഹിത, SC/ST പീഡന വിരുദ്ധ നിയമം എന്നിവ പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരോട് ഏപ്രിൽ 22-ന് ഡൽഹിയിൽ ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഓരോ 3 ദിവസത്തിലും കേസിലെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടി മധ്യപ്രദേശിലെ പർദി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടതാണെന്നും മഹേശ്വർ ഹോസ്പിറ്റൽ റെക്കോർഡുകൾ പ്രകാരം 2009 ഡിസംബർ 30-നാണ് ജനിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. 2026 മാർച്ച് 11-ന് കേരളത്തിൽ വിവാഹം നടക്കുമ്പോൾ 16 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. വിവാഹം നടന്നത് കേരളത്തിലാണെന്നും പ്രായപൂർത്തിയായെന്ന് കാണിക്കാൻ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഈ വ്യാജരേഖ റദ്ദാക്കാൻ അധികൃതർ ഉത്തരവിടുകയും ചെയ്തു. ബാലവിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ CPM നേതാക്കൾ നേരിടുന്നത്. വിവാഹ സമയത്ത് രക്തഹാരവും ബൊക്കയും നൽകി സ്വീകരിച്ച നേതാക്കൾ പോക്സോ കേസായതോടെ പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ്. വിവാഹത്തിനായി വ്യാജരേഖകൾ ചമച്ചുവെന്നതും കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. വിവാഹത്തിന് മുമ്പ് തന്നെ പെൺകുട്ടിയുടെ പിതാവ് തന്റെ മകൾക്ക് പ്രായപൂർത്തിയായില്ലെന്നും അവളെ തട്ടിക്കൊണ്ടുപോയതാണെന്നും പരാതി നൽകിയിരുന്നു. എന്നാൽ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഹാജരാക്കിയ ആധാർ കാർഡിലും ജനന സർട്ടിഫിക്കറ്റിലും ജനന തീയതി 2008 ജനുവരി 1 എന്നായിരുന്നു രേഖപ്പെടുത്തിയത്. ഈ രേഖകൾ പ്രകാരം പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞെന്ന് വിലയിരുത്തിയ പോലീസ് പിതാവിന്റെ വാദം തള്ളി വിവാഹത്തിന് സൗകര്യമൊരുക്കി. എന്നാൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഈ രേഖകൾ വ്യാജമാണെന്ന് തെളിയുകയായിരുന്നു.